സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ അവസാന നാളുകളിൽ സൗഹൃദങ്ങളോട് വിട പറഞ്ഞു പിരിയുമ്പോൾ നിറകണ്ണുമായി കുസൃതിയോടെ നമ്മളൊരു ചെറു ബുക്കിൽ കുറിക്കുന്ന ആശംസകൾ പിന്നീട് വർഷത്തിലൊരിക്കലെങ്കിലും പൊടിതട്ടി നോക്കി മിഴിനീരും നെടുവീർപ്പും കണ്ണീരും അമർത്തിയ ചിരിയും തൂകി ഭദ്രമായി തിരികെ വച്ചിരുന്ന ഓർമ്മയുടെ താളുകൾ, ഓട്ടോഗ്രാഫുകൾ. നഷ്ടപ്രണയത്തിൻ്റെ നാൾവഴിയിലെ അക്ഷരപ്പൊട്ടുകൾ കൂടി കോറിയിടപ്പെട്ട സൗഹൃദ ബുക്ക് ജീവിത വഴിയിൽ പങ്കാളിയും കുട്ടികളുമായി പങ്കുവച്ച് ഊറിച്ചിരിക്കുന്നവരുണ്ടാകാം. ആരുമറിയാത്ത സ്വകാര്യ സമ്പാദ്യമായി കാത്തുവെച്ച് തനിച്ചാവുന്ന വേളയിൽ മങ്ങിയ അക്ഷരഭംഗിയിൽ വിരലൊടിച്ച് നെടുവീർപ്പിടുന്നവരുമുണ്ട്. മൊബൈൽ ഫോണിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും കടന്നുകയറ്റത്തിൽ നഷ്ടമായ നല്ല നാളുകൾ സൗഹൃദത്തിൻ്റെ, പ്രണയത്തിൻ്റെ, ഗുരുശിഷ്യബന്ധത്തിൻ്റെ അഭ്യർത്ഥനകളും ആശംസകളും അടച്ചുവെച്ച താളുകളിലുറങ്ങുന്ന ഇന്നലെയുടെ കുറിപ്പുകൾ. ഇന്നത്തെ യുവത വെറുപ്പിക്കുന്ന നുസ്റ്റു എന്ന് പരിഹസിക്കുന്ന ഓട്ടോഗ്രാഫ്. വർഷങ്ങളോളം ഒന്നിച്ച് പഠിച്ചിട്ടും പറയുവാൻ കഴിയാതിരുന്ന പ്രണയം 4 വരികളിൽ കുറിച്ച് പടിയിറങ്ങിയവർ. പെയ്യാൻ കൊതിക്കുന്ന പ്രണയം കുഞ്ഞിത്താളുകളിലെങ്കിലും കോറിയിടുമെന്ന പ്രതീക്ഷയോടെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മുന്നിൽ തനിച്ചാകുമ്പോൾ ഈ ചെറു ബുക്ക് നീട്ടി നിന്നവർ. തനിക്ക് നേരെ നീളുന്ന ബുക്കിലെ താളുകളിൽ ഏറ്റവും മികച്ച വരികൾ ആരുടേതെന്ന് പരതി അതിലും മികച്ചത് കുറിക്കുവാനായി ഞാൻ പിന്നീട് എഴുതാമെന്ന് പറഞ്ഞ് ഉറക്കത്തിന് അവധി കൊടുത്തവർ. എഴുതിക്കൊടുത്ത വരികൾ വായിക്കുവാൻ പോകുമ്പോൾ വീട്ടിലെത്തി വായിച്ചാൽ മതിയെന്ന് ചട്ടം കിട്ടുന്ന കുസൃതി കൂട്ടുകാർ. ഏത് വരികൾ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തെ ആർദ്രമാക്കുമെന്ന് ചിന്തിച്ച് തല പുകച്ചിരുന്ന കൗമാരം. പ്രണയം പ്രകടിപ്പിക്കുന്നതിനോട് അന്നേ വരെ തോന്നാത്ത ഇഷ്ടം അവൻ കുറിച്ച വരികൾ വായിച്ച് തോന്നിപ്പോയവരുണ്ട്. വരികൾ അവരുടേതല്ലെങ്കിലും ഹൃദയത്തിൻ്റെ തുടിപ്പുകളായി കണ്ട് ഇഷ്ടം തോന്നിപ്പോയവരുണ്ട്. പ്രണയ കവിതയെക്കുറിച്ചോർത്താൽ മലയാളികൾക്ക് ആദ്യം മനസ്സിൽ വരുന്നത് പ്രിയ കവി മധുസൂദനൻ നായരുടെ ആരെയും ആർദ്രചിത്രയാക്കുന്ന പ്രണയം ഹൃദയത്തെ പൊതിഞ്ഞു പിടിക്കുന്ന ഈ വരികളാണ്. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്കേതു സ്വർഗം വിളിച്ചാലും, ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുന്നതാണെൻ്റെ സ്വർഗം. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന ചലച്ചിത്രത്തിൽ മധുസൂദനൻ സാറിൻ്റെ മാസ്മരിക ശബ്ദത്തിൽ മലയാള മനസ്സിനെ ഈ ഗാനം കീഴടക്കി. അന്നുമിന്നും ഓട്ടോഗ്രാഫുകളിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കോറിയിടപ്പെട്ട പ്രണയവരികൾ ഇതുതന്നെയാണ്. പ്രണയം മുട്ടിട്ട ആദ്യ നാളുകളിൽ അകാലത്തിൽ പൊതിഞ്ഞ പ്രിയകവി ശ്രീ അനിൽ പനച്ചൂരാൻ എഴുതി നൽകിയ വരികൾ ഓട്ടോഗ്രാഫിലെ പ്രണയക്കുറിപ്പുകളായി മാറിയിരുന്നു. ഒരു കവിത കൂടി ഞാൻ എഴുതി വെക്കാം, എൻ്റെ കനവിൽ നീ എത്തുമ്പോൾ ഓമനിക്കാൻ, ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാൻ, ചാരു ഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാം. പ്രണയകാലം എന്ന പേരിൽ അനിൽ പനച്ചൂരാൻ്റെ ആലാപനത്തിൽ ഈ വരികൾ പിന്നീട് ആൽബമായി ഇറങ്ങി. അഗ്നിയുടെ ചൂടുള്ള വരികളിൽ കൊച്ചു ബുക്കിൽ ആരുമറിയാതെ തൻ്റെ പ്രണയം കോറിയിട്ട് ആർക്കുമറിയാത്ത കാരണത്താൽ ജീവിതം അവസാനിപ്പിച്ച നന്ദിതയെ കുറിക്കാതെ ഏത് പ്രണയവരികളാണ് അവസാനിക്കുക? പിന്നെ നീ മഴയാകുക, ഞാൻ കാറ്റാകാം, നീ മുനവും ഞാൻ ഭൂമിയുമാകാം, എൻ്റെ കാറ്റ് നിന്നിലലിയുമ്പോൾ നിന്റെ മഴ എന്നിലേക്ക് പെയ്തിറങ്ങട്ടെ. പ്രണയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമായി ഈ വരികൾ ക്യാമ്പസിൽ അലയടിച്ചിരുന്നു. നന്ദിതയുടെ മരണശേഷം ആ ബുക്ക് കണ്ടെത്തും വരെ നന്ദിതയുടെ വരികൾ ആരും അറിയാതെയിരുന്നു. ലാറ്റിൻ അമേരിക്കൻ കവിയായ പാബ്ലോ നെരൂദയാണ് ലോകമെങ്ങും നെഞ്ചേറ്റിയ പ്രണയകവി. പ്രണയം തുളുമ്പുന്ന വാക്കുകൾ വരികളാക്കുകയല്ല നെരൂദ ചെയ്തത്. ഒരു സംഭാഷണ വാക്കുകൾ പോലും നെരൂദ എഴുതിയാൽ കവിതയാകുമായിരുന്നു. എങ്ങനെ, എപ്പോൾ, എവിടെ നിന്നെന്നറിയാതെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരുക്കൻ വാക്കുകൾ പോലും സ്നേഹത്തിലൊളിപ്പിച്ച് പദം വരുത്തിയ നെരൂദ മാജിക്കിന് ഇതിലും നല്ലൊരു ഉദാഹരണമില്ല. മധുസൂദനൻ സാറിൻ്റെ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എന്ന വരികൾ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രണയവരികൾ നെരൂദയുടേതാണ്. ഞാൻ നിനക്കായി ഗിരിനിരകളിൽ നിന്നും സൗരഭം തുളുമ്പുന്ന പൂക്കൾ കൊണ്ടുവരാം, നീല നിറമുള്ള ശംഖുപുഷ്പങ്ങൾ, തവിട്ടു നിറമാർന്ന ഗേസൽ പുഷ്പങ്ങൾ, ചൂരൽ കൊട്ടകൾ നിറയെ ഉമ്മകൾ. വസന്തം ചെറിമരങ്ങളുമായി ചെയ്യുന്നത് എനിക്ക് നീയുമായി ചെയ്യണം. നെരൂദയുടെ ഈ വരികളിൽ വീണുപോകാത്ത പ്രണയമുണ്ടോ?
പ്രണയം അപേക്ഷിക്കുന്ന വരികൾ പോലെ പ്രണയം നിഷേധിക്കുന്ന വരികളും ഓട്ടോഗ്രാഫിനെ വ്യത്യസ്തമാക്കിയിട്ടുണ്ട്, മിഴിനീർ വീഴ്ത്തിയിട്ടുണ്ട്. സ്വന്തം ജീവിതം ലഹരിക്ക് വിട്ടുകൊടുത്ത് കുത്തിക്കുറിച്ച ചില പേപ്പറുകൾ കൈമടക്കിൽ വെച്ച് തെരുവിലാരും അറിയാതെ ജീവൻ പൊലിഞ്ഞ അതുല്യ കവി അയ്യപ്പൻ്റെ വരികൾ. അയ്യപ്പൻ്റെ ഈ വരികൾ നിഷേധ യുവത്വം ഓട്ടോഗ്രാഫിലെഴുതി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ജീവനോടെ ഉള്ളപ്പോൾ കിട്ടിയിരുന്നതിലും ശ്രദ്ധ മരണശേഷം അയ്യപ്പൻ്റെ കവിതകൾക്ക് കിട്ടി. ശ്രീ അയ്യപ്പൻ്റെ വരികളോട് സമാനതയുള്ള വരികളായിരുന്നു ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റേതും. പ്രണയം തുളുമ്പുന്ന കണ്ണുമായി വന്നവർക്ക് തൻ്റെ നിസ്സഹായത ബോധ്യപ്പെടുത്തുവാൻ ചെറുതാളിൽ ചിലർ ഈ വരികൾ കുറിച്ചു. പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞുപോയെങ്കിലും കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും. ബാലചന്ദ്രൻ സാറിൻ്റെ വരികൾ പോലെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറയുവാനുണ്ടായിരുന്നു. പാതയിൽ നിർത്തിയ വരികൾ പോലെ വഴി പിരിയുമ്പോഴെങ്കിലും ഒരു വാക്കിനായി കാത്തിരുന്ന ഹൃദയമിടിപ്പുകൾ, വിഹ്വലതകൾ, ആരെങ്കിലും കണ്ടാലോ എന്ന ഭയത്താൽ ചുറ്റിനും പാളി നോക്കുന്ന കൺപീലികൾക്കുള്ളിലെ സ്നേഹത്തിളക്കമുള്ള കണ്ണുകൾ. ഇവയൊക്കെ ഐ ഫോൾ ലവ് വിത്ത് യു എന്നൊരൊറ്റ വാട്സാപ്പ് മെസ്സേജിന് റിപ്ലൈ പ്രതീക്ഷിച്ച് മൊബൈൽ സ്ക്രീനിൽ കണ്ണു പായിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായിരിക്കുന്നു. പ്രണയിനികൾ മരിച്ചാലും പ്രണയം കൈമോശം വന്നാലും പ്രണയം ജീവിക്കും, ഒരു ലഹരിക്കും പകരം വയ്ക്കാനാകാത്ത ലഹരിയുമായി. ഈ ജന്മമല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും കൈമാറുവാനായി അവരത് നെഞ്ചോടി ചേർക്കും. ഞാൻ അഗ്നി, നീ കാറ്റ്, എരിഞ്ഞമർന്ന സ്വപ്നങ്ങളിൽ നീറിപ്പുകഞ്ഞവൻ ഞാൻ, തകർന്നടിഞ്ഞ പ്രതീക്ഷകളിൽ നെടുവീർപ്പായവൾ നീ. ചുടി വിടരാതെ ചിരിച്ചും മൊഴിയിടറാതെ കരഞ്ഞും മേഘപ്പെത്തിൽ ഉയിർപ്പൊലിഞ്ഞവർ നാം. ഇത് മറ്റാരുടെയും വരികളല്ല, എൻ്റെ തന്നെ വരികളാണ്. കവിതയും വീഡിയോയും ഇഷ്ടമായെങ്കിൽ ലൈക്ക് രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.